everyone, hope you all are doing good. So welcome back to my YouTube channel. ഒരുപാടായില്ല നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ചധികം ബിസി സ്കെഡ്യൂൾ കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇസ് വെരി ഇൻറ്റിമേറ്റ് ഫോർ ഗേൾസ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ആൾ ബോയ് ആണെങ്കിൽ ഡു ഫോർവേഡ് ഇറ്റ് യുവർ ഗേൾ സിസ്റ്റർ ഓർ ഫ്രണ്ട്സ് ഓർ കസിൻസ് ഓർ ഹൂഎവർ ഇറ്റ് ഇസ്. ആർക്കായാലും ഇത് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ സാധനം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവട്ടെ. സോ ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് മെൻസ്ട്രേഷൻ കപ്പ്. മെൻസ്ട്രേഷൻ കപ്പിൽ വരുന്ന ഈ സ്റ്റെയിൻ. സോ ദിസ് ഹാസ് ബീൻ യൂസിങ് ഫോർ എ ലോങ് ടൈം. അപ്പം അങ്ങനെ നമ്മൾ കുറേ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സ്റ്റെയിനാണത്. ഈ സ്റ്റെയിൻ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. സോ ബിഫോർ വി സ്റ്റാർട്ട്, ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ആൻഡ് പ്രസ് ദ റിംഗ് ബട്ടൺ so that you get notified whenever I post a new video. So let's get started. സോ നമ്മൾ കുറേ പേര് ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ അതിനെക്കാട്ടിലും അല്ലെങ്കിൽ അത് നല്ലതാണോ കേടാണോ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് another way to clean your stains is using hydrogen peroxide. Hydrogen peroxide എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ ക്ലീനിങ് ഏജൻറ്റ്, ഒരു ബ്ലീച്ചിങ് കൈൻഡ് ഓഫ് ഒരു ഏജൻ്റ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. സോ നമ്മൾ ബോട്ടിൽ ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും. ഇത് തന്നെ ആക്ച്വലി സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഏജൻ്റാണ്, അതായത് വാട്ടർ കണ്ടൻറ്റ് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ വി നീഡ് ടു ആഡ് മോർ വാട്ടർ. സോ അതിനായിട്ട് നിങ്ങളൊരു പാത്രം എടുക്കുക. ഓക്കെ, യു ക്യാൻ യൂസ് എനി വൺ. ഇത് ഗ്ലാസ് ഇവിടെ ഇതിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഇത് ചെയ്തതെന്നൊന്നും പറയണ്ട, ഇതിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് വെള്ളമാണ്, അതായത് യു ഹാവ് ടു ടേക്ക് ഈക്വൽ കണ്ടൻറ്റ്. നമ്മൾ ഈക്വൽ വാട്ടർ ഈക്വൽ പെറോക്സൈഡ് അങ്ങനെ യൂസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇത് ഫുൾ ഇതിനകത്ത് ഡിപ്പായിട്ട് ഫുള്ളി ഇമേഴ്സ് ആയിട്ട് കിടക്കണം. ആൻഡ് യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഫോർ ഓവർ നൈറ്റ്. ഓക്കെ, സോ നമുക്കിതിലോട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കാം. നമ്മൾ പറഞ്ഞില്ല, ഇതിൽ വാട്ടർ ഉണ്ട്, അതിനകത്തോട്ട് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് മിക്സ് ചെയ്യാം. ഓക്കെ, ഇതിനകത്തുള്ള കുറച്ച് വെള്ളം ഞാൻ കുറച്ചു, ബാക്കി വിൽ ആഡ് ദി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, സോ യാ, ഇത്ര വെള്ളം ഇട്ടിട്ട് യു കെൻ ഐദർ ഇമേഴ്സ് ഇറ്റ് ലൈക്ക് ദിസ് ഓർ ദിസ് വേ. ഓക്കെ, ഞാനിപ്പോൾ ഇത് തൽക്കാലം തിരിച്ചു വെച്ചു. എന്നിട്ട് ഫില്ലായിട്ടുണ്ട്, കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ച് ഫില്ല് ചെയ്ത് ബെൻഡാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇമേഴ്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ഫുള്ളി അത് ഉള്ളിൽ കിടക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫുൾ ബെൻഡാക്കിയിട്ട് വെക്കുക. ഓക്കെ, എന്നിട്ടിത് ഓവർ നൈറ്റ് കീപ്പ് ചെയ്യുക. ആൻഡ് വിൽ സീ വാട്ട് ഹാപ്പൻസ് ടുമോറോ. ഓക്കെ, ബാക്കി വീഡിയോ നാളെ, ഇതിൻ്റെ എന്താവും എന്നുള്ളത് നാളെ കാണാം. ഓക്കെ, ഹലോ ഗൈസ്, അപ്പം നെക്സ്റ്റ് ഡേ ആയി. ഇന്നലെ ഇട്ട് വെച്ച കപ്പ് കാണണ്ടേ? ഇതാണ് ഇന്നലെ നമ്മൾ ഇട്ട് വെച്ച കപ്പ്. ഇതിൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഇതിൻ്റെ സ്റ്റെയിൻ പോയത് എവിടെയാണെന്നും കൂടെ കാണില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഇതാണ് ആ കപ്പ്. ഇത്രയും വൃത്തിയായിട്ടുണ്ട്, ഇത്രയും പുതിയതുപോലെയായി, നീറ്റ് ആൻഡ് ക്ലീൻ ആയി. നമ്മൾ യൂഷ്വലി ഒരു കപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 4-5 years വരെ യൂസ് ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ക്ലീൻ യു യൂസ് ഇറ്റ്. ഓക്കെ, സോ ഇത് പുതിയതല്ല കേട്ടോ, ഇത് നല്ല കപ്പിലിട്ട് വെച്ചതാണ്. ഇനി നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പുതിയതാണ് എന്നൊന്നും വിചാരിക്കേണ്ടത്, പുതിയതല്ല, അത് ഇന്നലെ ഇട്ട് വെച്ച കപ്പാണ്. ഈ സ്റ്റെയിന് പോയി കഴിഞ്ഞാൽ ഇത് അങ്ങനെ എടുത്ത് വെക്കരുത്. ഇത് വെള്ളത്തിലിട്ടിട്ട്, യൂഷ്വലി മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വെള്ളത്തിൽ തിളപ്പിക്കണം. അതേപോലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് വേണം എടുത്ത് വെക്കാൻ. അപ്പോൾ ഇതും അതേപോലെ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്തും വീണ്ടും വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഹെൽപ്ഫുൾ ആവുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ടോ, യൂസ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടോ? ഒത്തിരി പേര് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം വേറൊരു വീഡിയോയിൽ. സോ ഇത്രയേ ഉള്ളൂ. വേറെ എന്തൊക്കെയാണ് നിങ്ങൾ വീഡിയോസ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക. സോ യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. എല്ലാവരും ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും, ഇൻഷാ അല്ലാ. ഹോപ്പ് സോ. യാ, ദാറ്റ്സ് ഇറ്റ്.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.